أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പക്ഷികളെക്കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മറ്റു വസ്തുക്കളെ പോലെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി താഴേക്ക് പതിക്കാതെ പക്ഷികൾ എങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു? ആ രൂപത്തിലാണ് പക്ഷികളുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ സുഷിരങ്ങളുള്ള ഭാരം കുറഞ്ഞ വായു അറകളുള്ള അസ്ഥികളാണ് പക്ഷികൾക്ക് ഉള്ളത്. പക്ഷികളുടെ തലയോട്ടിക്ക് പേപ്പറിൻ്റെ കനം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അവയെ താഴോട്ട് വലിക്കാത്തത്? പക്ഷി പറക്കുമ്പോൾ താഴോട്ടുള്ള ദിശയിൽ ചിറകുകൾ കൊണ്ട് വായുവിൽ അടിക്കുന്നു. വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള പക്ഷികൾക്ക് അവയുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ലിഫ്റ്റ് പ്രദാനം ചെയ്യുന്ന ചിറകുകളുണ്ട്. ഓസ്ട്രേലിയൻ പെലിക്കൻ ഏറ്റവും വലിയ പറക്കുന്ന പക്ഷികളിലൊന്നാണ്. ഏകദേശം 7 കിലോഗ്രാം ഭാരമുണ്ടതിന്, ഏകദേശം 2 ഇഷ്ടികകളുടെ ഭാരം. ഗുരുത്വാകർഷണത്തെ മറികടക്കാൻ മതിയായ ലിഫ്റ്റ് സൃഷ്ടിക്കാൻ പെലിക്കൻ്റെ ചിറകുകൾ വളരെ വലുതായിരിക്കണം. ടേക്ക് ഓഫിന് അവർ വളരെ വേഗത്തിൽ നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പെലിക്കൻ പോലുള്ള വലിയ പക്ഷികൾക്ക് പറക്കുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം ഓടേണ്ടി വരുന്നത്. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പക്ഷികളുടെ പര്യടനമാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയുള്ള അവയുടെ വഴിതെറ്റാത്ത യാത്രകൾ. ഈ പക്ഷികൾ നടത്തുന്ന ദേശാന്തര ഗമനം തന്നെ നോക്കുക. അതിലേറ്റവും കൂടുതൽ ദൂരം അഥവാ ലോങ്ങസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് എന്നറിയപ്പെടുന്നത് ബാർ ടൈൽഡ് ഗോഡ്വിറ്റ് എന്ന വരവാലൻ പക്ഷിയാണ്. ഇത് അമേരിക്കയിലെ അങ്ങേ അറ്റത്തുള്ള അലാസ്കയിൽ നിന്നും പറന്ന് ന്യൂസിലാൻഡിൽ ലാൻഡ് ചെയ്യുന്നു. ഏകദേശം 12,000 കിലോമീറ്റർ അത് നിർത്താതെ പറന്നുകൊണ്ടിരിക്കുന്നു. 11 ദിവസത്തെ ഒരു ലോങ് ട്രിപ്പ്. ഏകദേശം 250-ൽ പരം മണിക്കൂറുകൾ തുടർച്ചയായി പറക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി. എങ്ങനെയാണ് ഇവക്ക് അന്നപാനീയങ്ങളൊന്നുമില്ലാതെ തന്നെ തുടർച്ചയായി ഈ രൂപത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്? പഠനവിധേയമാക്കിയപ്പോൾ മനസ്സിലായത് ഈ പക്ഷിയുടെ ശരീരഭാരം എന്നത് 400 മുതൽ 600 ഗ്രാം വരെയാണ്. യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അത് ധാരാളം ഭക്ഷണം കഴിച്ച് ആ സുദീർഘമായ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നതാണ്. പിന്നീട് താൻ ശേഖരിച്ചു വെച്ച ആ ഭക്ഷണമാണ് തൻ്റെ 11 ദിവസത്തെ അന്നം. ഇവിടെയും ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇത്രയും ഭക്ഷണം വഹിച്ച് സഞ്ചരിക്കുന്ന അതിന് ഉറക്ക് വേണ്ടേ? വിശ്രമം വേണ്ടേ? ഏത് രൂപത്തിലാണ് അതിന് വിശ്രമം ലഭിക്കുന്നത്? ഹാഫ് ബ്രെയിൻ ഓൺ ആൻഡ് ഹാഫ് ബ്രെയിൻ ഓഫ്. അതായത് ശരീരത്തിലെ ഒരു ഭാഗം പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു ഭാഗം വിശ്രമത്തിലാകുന്നു. പിന്നീട് വിശ്രമത്തിലായ ഭാഗം പ്രവർത്തിക്കുന്ന ഭാഗം വീണ്ടും വിശ്രമത്തിലേക്ക്. ഇങ്ങനെ മാറി മാറി നടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് അള്ളാഹു പക്ഷികളുടെ ശരീരത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇതിന് യൂണി ഹെമിസ്ഫിയറിക് സ്ലോ വേവ് സ്ലീപ്പ് എന്ന ആധുനിക ടെക്നിക്കൽ പേരിലാണ് ഇതറിയപ്പെടുന്നത്. 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കൂട്ടം കൂട്ടമായാണ് പക്ഷികൾ ദേശാടനത്തിനിറങ്ങാറ്. ഒരു മണിക്കൂറിൽ 9,000 പക്ഷികൾ വരെ ആകാശത്തിന് മേൽ കടക്കുന്നുവെന്ന് റഡാറിൽ പതിഞ്ഞിട്ടുണ്ട്. അതിശയിപ്പിക്കുന്ന നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കുന്ന ഒന്നാണിത്. ഇവ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ? ഒറ്റപ്പെട്ടു പോകുന്ന പക്ഷികൾ അധിക സമയമെടുക്കാതെ കൂട്ടം തേടി പിടിക്കുന്നത് എങ്ങനെ? യാത്രാവേളയിൽ എത്ര നേരം പറക്കണം? എവിടെ വിശ്രമിക്കണം? യാത്ര എപ്പോൾ പുനരാരംഭിക്കണം എന്നൊക്കെ എങ്ങനെയാവും ഇവ തീർച്ചപ്പെടുത്തുന്നത്? ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. അവയുടെ വർദ്ധിച്ച മസ്തിഷ്കശേഷിയും ഇന്ദ്രിയക്ഷമതയും ഒരു കാരണമാണ്. പഠനങ്ങൾ നടക്കേണ്ട മേഖലയാണിതൊക്കെ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ഇത്തരം ഒരുപാട് അറിവുകൾ ഖുർആൻ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഖുർആനെ മനസ്സിലാക്കുവാൻ, പഠന വിധേയമാക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.